എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം കൃപകൾ കൊണ്ട് മൂടട്ടെ. ഇന്നു മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 3 ദിവസമായി നടക്കുന്നു. താല്പര്യമുള്ളവർക്ക് കടന്നു വരാം. ഓരോ മാസവും നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വളരെ സ്പെഷ്യലാണ്. ഒരാത്മപകർച്ചയുടെ സമയങ്ങളാണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരവസരം കൂടിയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കുന്നതും അല്ല. ഇന്ന് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് വരാം. ഒരു മരത്തിൻ്റെ വീഴ്ച അത് എല്ലാവരും അറിയും, ദേശമറിയും. ഒരു മരം ഒടിഞ്ഞ് മറിഞ്ഞ് താഴെ വീഴുമ്പോൾ അതിൻ്റെ ബഹളം, അതിൻ്റെ ശബ്ദം ആ ദേശത്തെ തന്നെ നടുക്കുന്നതാണ്. എന്നാൽ അതേ മരം വളർന്നത് ആരും തന്നെ അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. ആ വീട്ടിലെ വീട്ടുകാരൻ പോലും ആ മരം വളർന്നത് അറിഞ്ഞില്ല. വളർച്ച എന്നുള്ളത് ആരും അറിയില്ല. വീഴ്ച എന്നുള്ളത് ലോകം മുഴുവനും അറിയും. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വളരുമ്പോൾ നമ്മെ ശ്രദ്ധിക്കാനോ നമ്മെ വളർത്താനോ വളർച്ചയ്ക്ക് വേണ്ട വളമിടാനോ ആരും തന്നെ ഉണ്ടാകത്തില്ല. വീഴ്ചയിൽ വീഡിയോ എടുക്കാനും ഓടിക്കൂടാനും വിമർശിക്കാനും നിരൂപിക്കാനും ഒത്തിരി പേരുണ്ടാകും. ഒരു കാര്യം, വളർച്ച ഒറ്റയ്ക്കാണ്. ആരും സഹായിക്കാനുണ്ടാകത്തില്ല. ഒറ്റയ്ക്ക് വളരണം. ഒറ്റയ്ക്ക് വളർന്നേ മതിയാകും. ആരും നമ്മെ കൈത്താങ്ങൽ തന്നില്ല എന്ന കാരണം കൊണ്ട് വളരാതിരിക്കരുത്. ഒന്നുകിൽ നമ്മൾ വളരും, അല്ലെങ്കിൽ വരളും. വളർച്ച എന്നുള്ളത് ജീവന്റെ ലക്ഷണമാണ്. നമുക്ക് ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നാം വളരുന്നു. ഒരു വിത്തിന് ജീവനുണ്ടോ? എങ്ങനെ അറിയാം? ആ വിത്ത് പൊട്ടി കിളിർക്കുകയാണ്. അതിൻ്റെ പുറന്തോട് പൊട്ടി അതിൻ്റെ വേരുകൾ താഴോട്ടും അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ മുകളിലോട്ടും വളർന്ന് അത് വളരുമ്പോൾ നിശബ്ദമായിട്ടാണ് വളരുന്നത്. നിശബ്ദമായ വളർച്ച. ഈ നിശബ്ദമായ വളർച്ചയിൽ നാം ഒറ്റയ്ക്ക് വളരേണ്ടി വരും. ആരും നമ്മെ കൈത്താങ്ങൽ തരാൻ ഇല്ലാത്ത സമയത്തും നാം ആർത്ത് വളരുവാൻ നാം എടുക്കുന്ന ഒരു തീരുമാനമാണ്, ആരുമില്ലെങ്കിലും ഞാൻ വളർന്നിരിക്കും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജീവിത ലക്ഷ്യം വളരുക എന്നുള്ളത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് വളരുവാൻ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കൊടുക്കുക. നമുക്ക് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യത്തിലോട്ട് വരാം. 17-ാം വാക്യം കൂടി ചേർന്ന് വായിക്കട്ടെ. അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ചിന്തിച്ചതാണ്. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. നാം മക്കളെങ്കിലോ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. ദൈവത്തിൻ്റെ അവകാശികൾ എന്ന പേരിൽ നമ്മൾ എങ്ങനെ എത്തി? ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ കൊടുത്ത് നമ്മെ മക്കളാക്കി മാറ്റി. യേശുവിൻ്റെ അതേ ജീവൻ നമ്മിൽ വന്നപ്പോൾ, ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിച്ചപ്പോൾ നമ്മളും ദൈവമക്കളായി മാറി. ദൈവമകന്റെ ജീവൻ നമുക്ക് വന്നപ്പോൾ നാമും ദൈവമക്കളായി. വാസ്തവത്തിൽ നാം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. എങ്ങനെ അറിയാം? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദാമിൻ്റെ വംശാവലി പറയുന്ന ഭാഗത്ത് ഏറ്റൊടുവിൽ വന്നിട്ട് പറയുകയാണ്, ആദാം ദൈവത്തിൻ്റെ മകൻ. ദൈവത്തിൻ്റെ മകനായ ആദാം
പാപം ചെയ്തപ്പോൾ പിശാചിന്റെ മകനായി മാറി. പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ മകൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും തന്നെ പാപം ചെയ്യുന്നില്ല. ഒരാൾ ദൈവ പൈതലാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ്? പാപം ചെയ്യുന്നില്ല. വീണ്ടും ജനിച്ചൊരു വ്യക്തി, അവൻ പുതിയതാണ്, അവന്റെ പഴയത് കഴിഞ്ഞുപോയി. അവൻ പാപിയല്ല, അവനിൽ പാപമില്ല, അവന് പാപം ചെയ്യാൻ കഴിയില്ല. പുതിയ സൃഷ്ടിക്ക് ഒരു കഴിവുകേടുണ്ട്, പാപം ചെയ്യാൻ കഴിയില്ല. എന്നാൽ പാപം ചെയ്യുന്നുണ്ടെങ്കിലോ അത് മനഃപൂർവമായി ചെയ്യുന്ന ഒന്നാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് പാപം ചെയ്യുക എന്നുള്ളത് ഒരു ദിനചര്യ മാത്രമാണ്. രക്ഷിക്കപ്പെട്ടവർക്കോ അവർ പുതിയ സൃഷ്ടിയാണ്. അവർ അന്യഗ്രഹ ജീവി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭൂമിയിലെ പാപത്തിന്റെ സിസ്റ്റം അവരിലില്ല. എന്നിട്ടും ഭൂമിയിൽ വന്ന് വലിയൊരു എഫർട്ട് എടുത്താണ് പാപം ചെയ്യുന്നത്. പാപം ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അങ്ങനെ പാപം ചെയ്താൽ മനസാക്ഷിയിൽ ഭയങ്കര ആക്ഷേപവും കുറ്റബോധവും പാപബോധവും ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം നീ ദൈവ പൈതലായതുകൊണ്ടാണ്. അപ്പൻ്റെ വീട്ടിലോട്ട് വരുന്ന മുടിയൻ പുത്രൻ പറയുന്നത്, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഒരുവൻ തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവൻ്റെ പശ്ചാത്താപമാണ്, അവൻ്റെ ഏറ്റുപറച്ചിലുകളാണ്, അവനിൽ വന്നിരിക്കുന്ന കുറ്റബോധമാണ്, പാപബോധം, പാപത്തെക്കുറിച്ചുള്ള ബോധം. ഇന്നിത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുവാനാണ് ശ്രമമെങ്കിൽ അതൊരു അപകട പ്രതിസന്ധി തന്നെയാണ്. എന്നാൽ ചെയ്ത തെറ്റ് ഞാൻ തന്നെയാണ് ചെയ്തത്, ഞാനാണ് എൻ്റെ വീട്ടിലെ പ്രശ്നത്തിൻ്റെ കാരണക്കാരി, ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാനേ ഉള്ളൂ എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ ആ ആൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജയാളിയാണെന്ന് ബൈബിൾ പ്രകാരം നമുക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം ആ വ്യക്തി മടങ്ങി വരുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പിന്നെ ആദാമ്യ പ്രകൃതത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ്. ആ വ്യക്തി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് കൂട്ടവകാശികളാകാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നവരാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അവകാശം മാത്രമല്ല, ക്രിസ്തുവിന് കൂട്ടവകാശികൾ. ക്രിസ്തുവിനുള്ള കൂട്ടവകാശി എന്ന് പറയുമ്പോൾ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ക്രൂശോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിനെ പിതാവാം ദൈവം ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങി എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് നീറ്റ് പറയും. അത്രയും വലിയ അവകാശം യേശു തന്നെത്താൻ താഴ്ത്തി പ്രാപിച്ചതാണ്. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് വില മുടക്കി പ്രാപിച്ചതാണ്. ആ വില മുടക്കി പ്രാപിച്ചത് നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ അവകാശവും ആ പദവിയുടെയും കൂട്ടവകാശികളാകുകയാണ്. എത്ര വലിയ പദവിയാണ് നമുക്ക് ദൈവം തന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, നിങ്ങളെ ചേർക്കാൻ വരും. ക്രിസ്തു എവിടെയാണോ അത്രയും പദവിയിൽ നാമും എത്തിച്ചേരുന്ന
അതിശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് മക്കൾ എന്ന പദവി. പിന്നീട് നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടു കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. അപ്പോൾ കർത്താവ് നമുക്ക് വച്ചിരിക്കുന്ന ചില കഷ്ടപ്പാടുകളുണ്ട്, നിന്ദകൾ, പരിഹാസങ്ങൾ. യേശു സഹിച്ചതാണെങ്കിൽ നമ്മൾ അവനോടുകൂടെ കഷ്ടം സഹിക്കും. യേശു സഹിച്ച മുഴുവൻ കഷ്ടമൊന്നും നമ്മൾ സഹിക്കുന്നില്ല. നമുക്കൊരു മരക്കുരിശിൽ ക്രൂശിക്കപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ അതുപോലെ ഒത്തിരി പേർക്കുണ്ടായിട്ടുണ്ട്. പത്രോസും അന്ത്രയോസും അനേക യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും പല രീതിയിൽ രക്തസാക്ഷികളായി മാറി. അന്ന് ജീവിച്ചിരുന്ന സ്ത്രീകൾ പോലും, മഗ്ദലക്കാരി മറിയ പോലും രക്തസാക്ഷിയായി എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ ഇസ്രായേലിൽ ചെന്നാൽ അവിടെ മഗ്ദേല എന്ന ഒരു സ്ഥലം കാണാം. ഒരു ജംഗ്ഷനാണ്, ഒരു വളവ്. അവിടെ മഗ്ദലക്കാരി മറിയയുടെ വീടിൻ്റെ അടിത്തറയുണ്ട്. പീലാത്തോസിന്റെ വീട് എവിടെയാണെന്ന് പോലും അറിയില്ല ആർക്കും. അന്നത്തെ വലിയ വമ്പന്മാരുടെ വീടുകൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എന്നാൽ മഗ്ദലക്കാരിയുടെ വീടിൻ്റെ അടിത്തറയുണ്ട്. അവൾ കർത്താവിന് വേണ്ടി നിന്നവളാണ്. കർത്താവിൻ്റെ ശരീരം ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞവളാണ്. അത്രയും തൻ്റെ ഇടം കാണിച്ചവളാണ്. പട്ടാളക്കാരെ പോലും വകവെക്കാതെ യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടുവരാൻ തൻ്റെ ഇടം കാണിച്ച ഒരു ചെറുപ്പക്കാരി. അവളെയാണ് കർത്താവ് ആദ്യമായിട്ട് സന്ദർശിച്ചത് ഉയർത്തെഴുന്നേറ്റ ശേഷം. അപ്പോൾ ആ മഗ്ദലക്കാരി മറിയ പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരുടെ കൂടെ ഉണ്ടായിരുന്നു. എവിടെ കർത്താവിൻ്റെ ശിഷ്യർ കൂടുന്നു അതിനകത്തൊരു പ്രധാന പങ്കായിരുന്നു മഗ്ദലക്കാരി മറിയ. കർത്താവിനെ സമ്പത്തുകൊണ്ട് ശുശ്രൂഷിച്ചിരുന്നവളാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് പറയുന്നു, അവളൊരു ബ്യൂട്ടീഷ്യനായിരുന്നു. അവൾക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് യേശുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭകളിൽ എല്ലാവരും ഓടിക്കും. കർത്താവ് ഓടിച്ചില്ല. കർത്താവ് പാപികളെ തേടിയാ വന്നത്. സക്കായിയുടെ വീട്ടിലോട്ട് പോയപ്പോൾ ഒത്തിരി പേര് പിറുപിറുത്തു. എന്നാൽ കർത്താവ് ചുങ്കക്കാരെയും പാപികളെയും സ്നേഹിതനായിരുന്നു. അവരെ നേടുവാൻ അവരിലേക്ക് ഇറങ്ങിച്ചെന്നവനാണ് കർത്താവ്. ഇന്ന് ദൈവസഭ പഠിപ്പിക്കുന്നത് സഭ കെട്ടിയടച്ച തോട്ടമെന്നാണ്. എന്നിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ചർച്ചിൽ നിന്ന് പോയ ഒരു മോൻ സൗദി അറേബ്യയിൽ ചെന്നു. സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ സൗദി അറേബ്യയിലെ മലയാളി ചർച്ചുകളിൽ പലയിടത്തും ചെന്നു. അവരാരും ആ ചർച്ചയിൽ കയറ്റിയില്ല. കാരണം അവിടെ കർത്തൃമേശ തരില്ല, നിങ്ങൾ വേർപെട്ടവരല്ല, നിങ്ങൾ ന്യൂ ജനറേഷനാണ്, അതുകൊണ്ട് പുറത്തു പോയിക്കോ. കെട്ടിയടച്ച തോട്ടമായിട്ട് ഇന്ന് സഭ നിൽക്കുകയാണ്. ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന് സഭയെ കയറ്റിയില്ല, കർത്തൃമേശ പോലും കൊടുത്തില്ല. അവനിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് ഞങ്ങളുടെ പ്രൈസ് ജനറേഷൻ്റെ പ്രോഗ്രാം കാണുകയാണ്. അവനൊരു ഫെലോഷിപ്പ് വേണം. ഞാൻ പറയും, മോനെ, എവിടെയെങ്കിലും നിന്നോട് ദയ കാണിക്കുന്ന നവോമി രൂത്തിനോട് പറഞ്ഞതുപോലെ ആരെങ്കിലും ഒന്ന് ദയ കാണിച്ചാൽ അവിടെ പോയിക്കോ. ആരും ദയ കാണിച്ചില്ല. കാരണം അവർ പറയുന്നത് സഭ കെട്ടിയടച്ച തോട്ടമാണ്. ഈ അന്ത്യകാലത്ത് അങ്ങനെ കുറേ സഭകളുണ്ട്. ഒത്തിരി പേര് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഉള്ളവരെ കൊണ്ടുപോകണം. ചുമ്മാതാ. സഭ വളർന്ന് ആയിരങ്ങളായാൽ പറയും ഉപദേശമില്ലാത്തതാണെന്ന് പറയും. സഭ ചെറുതായിട്ട് നിന്നാൽ പറയും കൃത്യം ഇത്രയും പേര് സ്വർഗത്തിലോട്ട് പോകാനുള്ളതാണ്. ഇങ്ങനെയുള്ള ഇടുക്കമുള്ള പല രീതികൾ കൊണ്ട് ദൈവരാജ്യം വളരാതിരിക്കുമ്പോൾ ഇതാ മഗ്ദലക്കാരി മറിയ, അവൾ കർത്താവിന് വേണ്ടി ആ പെന്തക്കോസ് നാളിൽ അഭിഷേകം പ്രാപിച്ച ശേഷം അവൾ ജർമ്മനിയിലേക്ക് പോയിട്ട് ജർമ്മനിയിൽ പോയി സുവിശേഷം അറിയിച്ചിട്ട് ഫ്രാൻസിൽ ചെന്ന് അവിടെ വെച്ച് രക്തസാക്ഷിയായിരുന്നു. ഞങ്ങളെ കൊണ്ടുവന്ന് നടന്ന
ഹീബ്രു ഗ്രീക്കൊക്കെ പഠിച്ച ഒരു അറബി ക്രിസ്ത്യാനി, ആ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഈ ചരിത്രം മുഴുവനും അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്നുള്ള സ്ത്രീകൾ പോലും തീവ്രതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ജീവൻ കൊടുത്തു. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ ഇന്ന് നമുക്കുള്ള കഷ്ടം എന്ന് പറയുന്നത്, നമുക്ക് വരുന്ന വിമർശനങ്ങൾ ലോകത്തിൽ നിന്നുള്ളതിനേക്കാൾ ഉപദേശവും വേർപാടും പറയുന്ന ദൈവസഭകളിൽ നിന്ന് പോലും ശരിയായി ജീവിക്കുന്ന ദൈവമക്കൾക്ക് വരുന്ന വിമർശനങ്ങൾ, വസ്ത്രത്തിൻ്റെ പേരിൽ, മറ്റിതര പുറമെയുള്ള പല കാര്യത്തിൻ്റെ പേരിലും വേർപാട് പറഞ്ഞ് ഒരാളെ പോലും ദൈവരാജ്യത്തിലേക്ക് കയറാൻ അനുവദിക്കാത്ത ഈ അവസ്ഥകളിൽ നിന്ന് എത്രയോ ദൈവസഭകൾ പുറത്തു വരാനുണ്ട്. നിങ്ങളുടെ വേർപാട് നല്ലതാണ്, എന്നാൽ മറ്റുള്ളവരെ തഴയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. കഷ്ടമെന്നുള്ളത് നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നല്ല. ആഭരണം ഇട്ടാലും ഇല്ലെങ്കിലും, വസ്ത്രം വെള്ളയിട്ടാലും നിറമിട്ടാലും അനുഭവിക്കേണ്ട കഷ്ടങ്ങളെല്ലാം അതുണ്ടാകും. എന്നാൽ ചിലർ വലിയ സമർപ്പണത്തോടെ അങ്ങനെയുള്ള തീരുമാനമെടുത്തപ്പോൾ വന്ന കഷ്ടം, അതും ഒരു കഷ്ടം തന്നെയാണ്. അത് അവരവരുണ്ടാക്കുന്ന ചില തീരുമാനങ്ങളിൽ നിന്നാണ്. അതില്ലെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് പൊതുവേ ഒരു കഷ്ടമുണ്ട്. യേശുവിനെ സ്വീകരിച്ചു എന്ന കാരണത്താൽ അവർക്കൊരു കഷ്ടമുണ്ട്. സമൂഹത്തിലൊരു വിലക്കുണ്ട്. ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവർക്ക് ഒരു ഉപദ്രവമുണ്ട്. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ട്. ഏതു മനുഷ്യനും ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് ബലം തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, മക്കളും അവകാശികളുമായ ഞങ്ങൾക്ക് ക്രിസ്തുവിനോടുകൂടെയുള്ള കഷ്ടം സഹിക്കുവാനുള്ള വിസ്ഡം, ജ്ഞാനം, ദൈവകൃപ ഞങ്ങൾ ചോദിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള കഷ്ടം, ആ കഷ്ടം സഹിപ്പാൻ, ഒരു നല്ല ക്രിസ്തീയ ജീവിത നിമിത്തമുള്ള കഷ്ടം, ആ കഷ്ടങ്ങളെ നേരിടുവാൻ എല്ലാവർക്കും പ്രാപ്തിയും കൃപയും അങ്ങ് നൽകണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ക്രിസ്തീയ ജീവിതത്തിനൊരു കഷ്ടമുണ്ട്. എന്നാൽ ആ കഷ്ടത്തിൽ 100 മടങ്ങ് പ്രതിഫലവും, ആ കഷ്ടം അനുഭവിക്കുമ്പോൾ തന്നെ ഒരു ആനന്ദവുമുണ്ട്. അത് വേർപാടിൻ്റെ കുറെ പേരുകൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്. നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്ക് ആ കഷ്ടമുണ്ട്. ആ കഷ്ടം സഹിപ്പാൻ, യേശുവിനോടുകൂടെ കഷ്ടം സഹിപ്പാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസമാണ്. രാവിലെ 10:30 കടന്നു വരിക. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. നാളെ ഇതേ സമയത്ത് ജീസസ് എവരി ഡേയിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം. ഗോഡ് ബ്ലെസ് യു. യോഗ്യനായോനേ യേശുവേ, സർവസ്തുതിക്കാൻ യോഗ്യനായോനേ, യോഗ്യനായോനേ യേശുവേ, സർവസ്തുതിക്കാൻ യോഗ്യനായോ, യോഗ്യൻ